നമസ്കാരം. ഇന്നത്തെ പരദൂഷണം തുടങ്ങാം. പരദൂഷണം പറയുന്ന ജഡ്ജിമാർക്കൊക്കെ പല പല നേതാക്കളിൽ നിന്നായി പിടിപ്പത് കിട്ടുന്നുണ്ട്. പരദൂഷണ പരിപാടി ചെയ്യുന്നതിന് വൈകാതെ ഞങ്ങൾക്കും കിട്ടും എന്ന പ്രതീക്ഷയോടെ തുടങ്ങാം. ജഡ്ജിമാർ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നേതാക്കൾക്കൊക്കെ വലിയ പേടിയായിരുന്നു. ജഡ്ജിമാർ കുറ്റം പറഞ്ഞതിൻ്റെ പേരിൽ എത്ര മന്ത്രിപുങ്കവന്മാർ രാജിവെച്ചിട്ടുണ്ടെന്നോ. എന്നാൽ ഇന്ന് നേതാക്കളെ കുറ്റം പറയുന്ന ജഡ്ജിമാർ സ്വയം രാജിവെച്ചു പോകുന്നതാണ് പതിവ്. ജഡ്ജിമാരെ പേടിപ്പിക്കാൻ മന്ത്രിസഭയിലെ ചില മന്ത്രിമാർക്ക് ചാണ്ടി സാർ പരിശീലനം കൊടുത്തിട്ടുണ്ടെന്ന് പോലും തോന്നിപ്പോകും. ഇഷ്ടമല്ലാത്ത ജഡ്ജി തൊട്ടതെല്ലാം കുറ്റം. സോളാർ കമ്മീഷനെ പോലും വെറുതെ വിടുന്നില്ല. പൊതുയോഗത്തിൽ പരസ്യമായി സോളാർ കമ്മീഷന്റെ നടപടികളെ വെല്ലുവിളിച്ച് ആക്ഷേപിച്ച് അപമാനിക്കുകയും ചെയ്തു. ആ ഷിബു ബേബി ജോൺ മാപ്പ് പറഞ്ഞപ്പോൾ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ ആ മാപ്പ് നിരസിച്ചിരിക്കുകയാണ്. പാമാലിൻ കേസിലെ വിധി വന്നപ്പോൾ തിരുവനന്തപുരം ജില്ലാ വിജിലൻസ് കോടതിയുടെ ജഡ്ജിക്കെതിരായ അയാൾ പാകിസ്ഥാൻകാരനാണെന്ന് പറഞ്ഞു. ഇന്നലെ പി തങ്കച്ചൻ പറഞ്ഞിരിക്കുന്നത് സോളാർ കമ്മീഷൻ പക്ഷപാതപരമായി ആണ് വിധി എഴുതാൻ പോകുന്നതെന്ന് മുൻകൂർ വിധി ഇപ്പോൾ സോളാർ കമ്മീഷന്റെ ശിവരാജൻ കമ്മീഷന്റെ ചാണ്ടി സാറിന്റെ വക്കീൽ സോളാർ കമ്മീഷനെ കണ്ണുരുട്ടി കാണിച്ചാണ് വിചാരണ നടത്തുന്നത്. പാവം കമ്മീഷന് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ട് ഇവർക്കൊക്കെ എന്തുമാവാലോ. ഇങ്ങനെ മന്ത്രിമാരും MLA-മാരും ഭരണകക്ഷിക്കാർ ഒന്നടങ്കം കോടതികളെ ഭീഷണിപ്പെടുത്തുക, തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരിക, തങ്ങൾക്കെതിരായി വിധി പ്രഖ്യാപിക്കുന്ന ജഡ്ജിമാരെ ശവപ്പെട്ടി ഉണ്ടാക്കുക, ശവപ്പെട്ടിയിൽ അവരെ എഴുന്നള്ളിക്കുക, ഇതിനു മുമ്പ് ഒരിക്കലുമില്ലാത്ത കേരളത്തിലെ ക്രമസമാധാനം പാടെ തകർക്കാനും നിയമവാഴ്ച തകർക്കാനും വേണ്ടിയുള്ള ജുഡീഷ്യറിയുടെ പുറത്തുള്ള കയ്യേറ്റത്തിന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് മാത്യു ടി തോമസിന്റെ പ്രമേയം ഇന്ന് അവതരിപ്പിച്ചത്. പാട്യാല കോടതിയിലെ സംഘപരിവാറിന്റെ വക്കീൽമാർ ആക്രമണം കെട്ടഴിച്ചു വിട്ടപ്പോ ഉമ്മൻചാണ്ടിയുടെ വക്കീൽ ജുഡീഷ്യൽ കമ്മീഷന് നേരെ വാക്ശരങ്ങൾ കൊണ്ടുള്ള ആക്രമണമാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീൽ ജുഡീഷ്യൽ കമ്മീഷനെ വരട്ടിയിരിക്കുന്നു. ഇത് ഉമ്മൻചാണ്ടി അംഗീകരിക്കുന്നുണ്ടോ? ജഡ്ജിമാരെ പേടിപ്പിക്കുന്ന മന്ത്രിമാരും നേതാക്കളും ഒരു കാര്യം ഓർത്താൽ നന്ന്. അങ്ങ് ദില്ലിയിൽ വക്കീലന്മാർ ഗുണ്ടാപ്പണി സ്വയം തുടങ്ങിയിട്ടുണ്ട്. നാളെ ജഡ്ജിമാർക്കും ഗുണ്ടാപ്പണി നടത്താൻ നിങ്ങൾ ഇടവരുത്തരുത്. വെള്ളാപ്പള്ളി നടേശൻ സാറിന് ഇപ്പോൾ ചെറിയ മനം മാറ്റം വന്നിരിക്കുന്നു. BJPയുടെ കൂടെ കൂടി സംസ്ഥാന മുഖ്യമന്ത്രിയാവാൻ നടന്ന വെള്ളാപ്പള്ളി സാറിന് ഇപ്പോൾ BJPയുടെ കൂട്ടിനോട് അത്ര താല്പര്യമില്ലത്രേ. സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥിയെ പോലും ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും വെള്ളാപ്പള്ളി സാറിന് ചെറിയ മോഹമല്ല ഉള്ളത്. ഇടതിൻ്റെയോ വലതിൻ്റെയോ ഭാഗമാകാനാണത്രേ സാറിൻ്റെ പ്ലാൻ. ദോഷം ചെയ്യുന്നില്ല. ഇതുവരെ ഒരു പാർട്ടിയായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. എന്നാൽ BJP നേതൃത്വമായിട്ട് ഞങ്ങൾ പല കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. രഹസ്യമായിട്ട് വേറെ ചില പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പരസ്യമായിട്ട് BJP-ആയിട്ട് ചർച്ച ചെയ്ത് ശരിയാണ്. 1000 കിനാക്കളാൽ തുരുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം. രഹസ്യമായിട്ട് വേറെ പല പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്ത് അത് ഞങ്ങൾ പറയത്തില്ല. അത് ഈ പാർട്ടി ഉണ്ടായി കഴിയുമ്പോൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പലരുമായിട്ടും ചർച്ച ഉണ്ടാകുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ പോയ ചർച്ചയിലുണ്ടായത് പാർട്ടി ഉണ്ടാക്കുന്ന ചർച്ച ആയിരുന്നില്ല. താനും മകനും പാർട്ടിയുടെ നേതാക്കളായാൽ അച്ഛനും മകനും കൂടി എല്ലാം മുക്കും എന്ന് നാട്ടുകാർ പറയും എന്നാണ് സാറിൻ്റെ പേടി. അപ്പം സാറിന് നാട്ടുകാരെ കുറിച്ച് എല്ലാം അറിയാം. എന്തായാലും വെള്ളാപ്പള്ളി സാർ തൻ്റേതല്ലെന്നും നാട്ടുകാർ ആണെന്നും പറയുന്ന ഈ പാർട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഹതഭാഗ്യ മുന്നണി ഏതാണെന്ന് വൈകാതെ കാണാം. ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് നിങ്ങൾ എഴുതുമ്പോഴെല്ലാം തന്നെ കണ്ട കഴിഞ്ഞ ദിവസവും മംഗളത്തിലാണെങ്കിലും മാതൃഭൂമിയിലാണെങ്കിലും ദേശാഭിമാനിലും കാണുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കി. വെള്ളാപ്പള്ളി നടേശൻ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല.
വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ, ഇപ്പോഴും SNDP യോഗം ജനറൽ സെക്രട്ടറി തന്നെ, ഞാൻ വിളിച്ചുകൂട്ടിയ യോഗത്തിലെല്ലാം പറഞ്ഞ് SNDP യോഗത്തിനകത്ത് എല്ലാ പാർട്ടിയുണ്ട്. നിങ്ങൾ ഏതെല്ലാം പാർട്ടി നിൽക്കുന്നോ ആ പാർട്ടി നിന്നാൽ മതി, മാറണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ സമത്വ മുന്നേറ്റ യാത്രയിലൂടെ അതിൽ പങ്കെടുത്തവരാണ് ആ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. അതിൻ്റെ രജിസ്ട്രേഷനാണ്, പെട്ടെന്ന് രജിസ്ട്രേഷൻ കൊടുക്കണമല്ലോ. ആ രജിസ്ട്രേഷന് നമ്മുടെ സുഭാഷ് വാസുവിനെയും വെച്ചു. ഇനി എൻ്റെ മകനെ വെച്ചിരുന്നെന്ന് പറഞ്ഞാൽ BDJSൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തത് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയായി. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബന്ധപ്പെടുമ്പോൾ പാർട്ടിയുടെ പേര് മാത്രം പോരാ, വരുമാനം കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ നില നോക്കിയപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് പ്രസിഡന്റായി തുടരാൻ കഴിയില്ല. മിണി വരുമാനം. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഇനി രാഹുൽജിക്കുള്ള VSന്റെ മറുപടിയാണ്. LDFന്റെ മദ്യനയം എന്താണെന്നറിയാൻ വിമാനം കയറിയ പപ്പുവിനോട് VSന് പറയാനുള്ളത്. രാഹുൽ ഗാന്ധി, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായ മിസ്റ്റർ രാഹുൽ ഗാന്ധിയായിരുന്നു. അദ്ദേഹം ഇവിടെ ജാഥയിൽ പ്രസംഗിച്ചുകൊണ്ട് ചോദിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മദ്യനയം എന്താണ് എന്ന് ചോദിക്കുക മാത്രമല്ല, സ്വന്തം അനുയായികളോട് ആ മദ്യത്തെ സംബന്ധിച്ച് ശക്തമായി ആക്ഷേപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു, നിങ്ങളൊരു 2 മാസത്തേക്ക് ഉള്ള തമ്മിലടി അവസാനിപ്പിക്കണം. മിസ്റ്റർ രാഹുൽ ഗാന്ധിയോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, അതിനു വേണ്ടി വിമാനവും വാടകയ്ക്കെടുത്ത് മിസ്റ്റർ രാഹുൽ ഗാന്ധിക്ക് തിരുവനന്തപുരത്ത് ഈ ശംഖുമുഖം മൈതാനത്തേക്ക് വരേണ്ടിയിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ മദ്യനയം എന്താണ് എന്ന് ചോദിച്ചാൽ പോരായിരുന്നു. ഒരു പുതിയ സമര ട്രെൻഡ് രൂപപ്പെടുകയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും ഓരോ മരം കയറിയ സമരക്കാരെ തലസ്ഥാനത്ത് കാണാം. സമരത്തിലും ഒരു മരം ഉണ്ടല്ലോ. ഇത്തവണ നിയമസഭാ വളപ്പിലെ തെങ്ങിൽ കയറിയാണ് ഒരാൾ പ്രതിഷേധിച്ചത്. ഇനി തിരുവഞ്ചൂർ സാറിൻ്റെ കണക്കുവെപ്പാണ്. ബാക്കി മന്ത്രിമാരെല്ലാം ഓരോ വിവാദങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ തിരുവഞ്ചൂർ സാർ KSRTCയുടെ കടമെല്ലാം വീട്ടുന്നതിൻ്റെ തിരക്കിലായിരുന്നു. എവിടെ കിട്ടും ഇങ്ങനൊരു മന്ത്രിയെ? അപ്പോൾ മാക്സിമം ആളുകൾക്ക് നമ്മൾ ജോലി കൊടുത്തു, മാക്സിമം നമ്മൾ കൺസെഷൻ കൊടുത്തു. ഞങ്ങളുടെ കടം തന്നെ ഞങ്ങൾ മാക്സിമം കുറച്ചു. ഞങ്ങൾക്ക് 105 കോടി രൂപ ഒരു മാസം വെച്ച് 1260 കോടി രൂപ ഒരു വർഷം കടമുണ്ടായിരുന്നു. ആ കട ഇപ്പം 45 കോടി രൂപയായിട്ട് പ്രതിമാസം 45 കോടി രൂപ എന്ന നിലയിലോട്ട് താത്തുകൊണ്ടുവന്നു. 105-ൽ നിന്ന് 45-ലോട്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ അസോൺ ടുഡേ KSRTCയുടെ പ്രതിമാസ ഡിഫറൻസ്, വരവും ചെലവും തമ്മിലുള്ള ഡിഫറൻസ് 45 കോടി രൂപയായിട്ട് നമ്മൾ ചുരുക്കി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെയുള്ള നമ്മുടെ കളക്ഷൻ ഒരു ദിവസം 7 കോടി രൂപയായാൽ ലാഭമില്ല നഷ്ടമില്ല എന്നുള്ള നിലയിലോട്ട് എത്തും. അതാണ് നമ്മുടെ ടാർഗറ്റ്. സാറിനെ ഗതാഗത മന്ത്രിയാക്കാൻ ഏറെ താമസിച്ചു പോയി. എന്താണാവോ ചാണ്ടി സാറിന് ഈ ബുദ്ധി? കേന്ദ്ര ബജറ്റ് വരാൻ പോകുന്നു. സംസ്ഥാന ബജറ്റിൻ്റെ ക്ഷീണം തീരെ മുൻപേ നമ്മൾ ഇതും സഹിക്കണം. ഇന്നത്തേക്കുള്ള പരദൂഷണ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. വീണ്ടും അടുത്ത ദിവസം കാണാം.